Hi guys, so let me introduce myself. I'm Hanna, a second year med student at Samarkand State Medical University, Uzbekistan. So, ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ നീറ്റ് എക്സാം മെയ് 3 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് 2026 ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് ക്യാൻസലാക്കി വീണ്ടും റീനീറ്റ് എന്ന എക്സാം അവർ ബിക്കോസ് ഓഫ് ദി സിസ്റ്റം ഫെയിലിയർ അവർ ഇറക്കി. സോ ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി, പക്ഷേ കുറച്ചധികം തിരക്കുകൾ കൊണ്ടിട്ട് എനിക്ക് എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീനീറ്റ് എക്സാമിന് കുറേ വെറൈറ്റി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. കഴിഞ്ഞ വട്ടം ക്രാക്ക് ചെയ്ത് ഈ വട്ടം അത്രയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ വട്ടവും ഈ വട്ടവും സെയിം റേഞ്ചിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. എന്നാൽ കഴിഞ്ഞ വട്ടത്തെ കാട്ടിയും മാർക്സ് കൂടുതലായിട്ട് വാങ്ങിച്ച സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഈ വട്ടത്തെ എന്ന് വെച്ചാൽ നീറ്റ് 2026 ഫസ്റ്റ് നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ റീനീറ്റ് എക്സാം വാസ് വെരി ടഫ് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ കട്ട് ഓഫും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് എവിടെയൊന്നും പറയുന്നിട്ടൊന്നുമില്ല. ഓക്കെ, സോ അങ്ങനത്തെ വെറൈറ്റി ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരി ഇവർ ഈ 2026 നീറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ ട്രോമയിലായ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അറിയാമല്ലോ, നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഓരോന്നൊക്കെ ചെയ്തവർ പോയിട്ടുണ്ട്. സോ ഇത്രയും ട്രോമയിലാക്കുന്ന ഒരു പരിപാടിയാണ് പൊതുവേ എൻ ഡി എക്കാർക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ 2024 2025 ആയിരുന്നു നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ 2024 എക്സാം ഇതേപോലെ ഈസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പർ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെ മാത്രം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ മാത്രം കൊണ്ടത് ഈ നീറ്റൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2025 നീറ്റ് വാസ് വെരി ഹാർഡ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ 2026 വന്നപ്പോഴത്തേനും കമ്പയറിങ് ടു എല്ലാത്തിലും നീറ്റ് എക്സാം ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോഴത്തേനും ലീക്കേജ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ റീനീറ്റ് മൊത്തത്തിൽ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനൊക്കെ ആയിരുന്നു അവർ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ ഇവിടെ ഓൾറെഡി ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ഇയർ ഫുള്ള് പഠിച്ചിട്ട് നീറ്റ് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ടൈമിൽ നമ്മൾ തലേന്നെല്ലാം എടുത്ത് കളയും. അതെന്തായാലും നമ്മൾ കളയും. ഓക്കെ, ഒരു ഭാരം എടുത്ത് വെക്കുന്ന പോലെ, താഴോട്ട് ഇറക്കി വെക്കുന്ന പോലെയാണ് ഈ എക്സാം കഴിഞ്ഞിട്ട് സിലബസ് നമ്മൾ വിടുന്നത്. സോ ഞാൻ അങ്ങനെ ആയിരുന്നു. ഈ പേഴ്സണലി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ അങ്ങനെ ചെയ്ത് കിട്ടിയവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇവിടെ എല്ലാം ഒന്നും കൂടി എഴുതണം എന്ന് പറയുമ്പോൾ ഉള്ളൊരു ആ അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് 2026 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ, സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ കമ്പയർ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ നീ എന്നെ എനിക്ക് ഇനിയും സൂപ്പർ റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്നെ ഇരുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീനീറ്റിൻ്റെ സമയത്ത് കുറേ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്, സ്റ്റുഡൻസിന് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഇൻവിജിലേറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫ്രിസ്കിങ്, ബയോമെട്രിക്സ് കാര്യങ്ങൾ, ആ ഒരു പ്രോസസ്സ്. ഇപ്പം ഞാനും ഒരു ബയോമെട്രിക്സിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ കുറേ സെൻറ്റേഴ്സിലൊക്കെ ഫ്രിസ്കിങ് ഒക്കെ ഭയങ്കര പിള്ളേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു കുട്ടി ടെക്സ്റ്റ് ചെയ്തതാണ്. അവനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്ത് എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അവനെ അറിയാം. സോ അവനാണെങ്കിൽ ചെറിയൊരു ലോഗോ, അത് ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം, ചെറിയൊരു ലോഗോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫസ്റ്റ് അവർ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിപ്പിച്ചിട്ട് ശരിയാവത്തോണ്ട് അവർ ആ ഫ്രിസ്കിങ് ടൈമിൽ തന്നെ അവനെ കൊണ്ട് ആ ടീഷർട്ട് ഊരിപ്പിച്ചിട്ട്, ബിക്കോസ് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ പോവുകയാണ്. നീറ്റ് എക്സാം എഴുതാൻ കയറാൻ പോകുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നമുക്കറിയാം. അത്രയ്ക്ക് ടെൻസ്ഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കയറുമ്പോഴുള്ള അവസ്ഥ വാസ് വെരി 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 ബാഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വേണം ആവശ്യത്തിന്. ബിക്കോസ് അങ്ങനത്തെ ഒരു കുഞ്ഞു ലോഗോ, ഇതൊക്കെ വലിയൊരു പ്രിന്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതൊരു കുഞ്ഞു ലോഗമാണ്. അത് അവരെ ഊരിപ്പിച്ചിട്ട് തിരിച്ചിരിപ്പിച്ചു. ടീഷർട്ട് തിരിച്ചിട്ടപ്പോൾ എന്താണ്, ബാക്കിലത്തെ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് കാണുന്നത് പറഞ്ഞിട്ട് പിന്നെയും അത് ഊരിപ്പിച്ച് വീണ്ടും എന്താണ് നേരെ ഇടിപ്പിച്ചു. പിന്നെ ക്രോക്സ് ഇട്ടുകൊണ്ട് എന്തോ മറ്റു പോയി. അപ്പോൾ അതിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെരുപ്പില്ലാതെ എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ പുള്ളിക്കാരന് യൂറിൻ പാസ് ചെയ്യാനോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ പിന്നെ വേറെ പയ്യൻ്റെയൊക്കെ ചെരുപ്പൊക്കെ ഇട്ടാണ് പോയത്. സോ അങ്ങനത്തെയൊക്കെ കുറേ ബാഡ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്. സോ ഓൾറെഡി നീറ്റിന് കയറുമ്പോൾ ഒരു പ്രഷറായിട്ടാണ് നമ്മൾ കയറുന്നത്. അതിൻ്റെ കൂടി ഇങ്ങനത്തെ പ്രഷറും കൂടിയും ടെൻഷനും കൂടിയും ഒക്കെ നമുക്ക് കയറുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എക്സാം തന്നെ നല്ല രീതിക്ക് എഴുതാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ പറയുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആസ് യൂഷ്വൽ അത് അങ്ങനെയാണ്. ഇൻവിജിലേറ്റേഴ്സിൻ്റെ കാര്യമായാലും പിന്നെ എൻ ടി എയുടെ കാര്യമായാലും ആസ് യൂഷ്വൽ അങ്ങനെയാണ്. ഇനി അടുത്ത വട്ടം മുതൽ ഓൺലൈൻ നീറ്റ് എക്സാം ഒക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. വന്നാൽ അത്രയും നല്ലത്. ബിക്കോസ് ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാമല്ലോ. വെറുതെ ഇങ്ങനെ പിള്ളേരെ പറ്റിക്കലൊക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക്. സോ ഈ സ്റ്റുഡൻസിൻ്റെ മാനസികാവസ്ഥ ആക്ച്വലി ഈവൻ ചില പേരൻസ് പോലും മനസ്സിലാക്കൂല. അത് മനസ്സിലാക്കണം. ബിക്കോസ് അത്രയും എല്ലാവരും പറയും ഓക്കെ ഇങ്ങനെ ചെയ്യുന്നവരെ
പോലെ എന്താണ് അവർക്ക് അഹങ്കാരം കൊണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഇത് എത്രത്തോളം ട്രോമ തരുന്നില്ല, ഇത് എത്രത്തോളം നമ്മളെ എന്തിലേക്കൊക്കെയോ ഡിപ്രഷനോ എന്തിലേക്കൊക്കെയോ കൊണ്ടുപോയി ആക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ ഈ നീറ്റ് പോലെയുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാം. എനിക്ക് തോന്നുന്നു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിള്ളേർ ഇതാവുന്നത് ഈ നീറ്റ് എക്സാമിലാണെന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്കി നമ്മൾ കാണുന്നുണ്ടല്ലോ, CA കാണുന്നുണ്ട്, പിന്നെ എല്ലാത്തിനും ഹാർഡ് വർക്ക് വേണം, ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് വേണം. പക്ഷേ ഈ നീറ്റ് എന്ന് പറഞ്ഞ് നീറ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കോളേജിൽ കയറാൻ പറ്റുള്ളൂ. സോ പിന്നെയും നമ്മൾ MBBS എന്നൊരു ഹാർഡ് സബ്ജക്റ്റ് പഠിക്കണം. സോ അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്കും എന്താണ് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നീറ്റിൽ സ്റ്റക്ക് ചെയ്തിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ മീൻസ് വെറുതെ ഒരു ട്രൈ കൊടുക്കാമെന്നും പറഞ്ഞിട്ടൊന്നും നീറ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത്രയ്ക്ക് പാഷൻ ഉണ്ട്, നിങ്ങൾ ഈ വട്ടം തന്നെ എഴുതി എടുക്കും എന്നുള്ള ഫുൾ കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രം നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോവുക. ചിലവർ നമുക്ക് കാണുന്ന ട്രെൻഡാണ്, ഓക്കെ +2 കഴിഞ്ഞ് +2 നല്ല മാർക്ക് ഉണ്ട്, ഓക്കെ ഇനി റിപ്പീറ്റിന് പോവാം എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. സോ അതൊക്കെ വേസ്റ്റ് ആണ്. 1 ഇയർ ടൈം നിങ്ങളത് വേസ്റ്റ് ആവത്തതേ ഉള്ളൂ. അത്രയ്ക്ക് പാഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം തന്നെ നമുക്കറിയാവുന്ന മല്ലു മെൻറ്റർ ഹിബാനിക്ക. സോ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ചാനൽ വന്ന് പറയുന്നുണ്ട്. സോ 4th ഡ്രോപ്പാണ്. അതിൻ്റെതായ സ്ട്രെസ്സ് കാര്യങ്ങൾ, പുള്ളിക്കാരന് കിട്ടിയ കളിയാക്കലുകൾ, പഠിക്കുന്നതിന് വരെ ഉള്ള കളിയാക്കലുകൾ അതങ്ങനെ ഉണ്ട്. ബിക്കോസ് നമ്മളിരുന്ന് പഠിച്ച് ഇങ്ങനെ ഇരുന്നിങ്ങനെ കുറേ പഠിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പം കളിയാക്കലുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു എക്സാം, അങ്ങനത്തെ ഒരു ഇതായി പോയി നീറ്റ് എക്സാം. നമുക്ക് അത്രയ്ക്കും പാഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കണം എന്ന് ആലോചിച്ച് ഓക്കെ അത് എഴുതിയെടുക്കും. പിന്നെ എൻ്റെയൊക്കെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2nd ഇയർ ആയപ്പോൾ ഞാൻ ഫുള്ളി ഡ്രെയിൻഡ് ഔട്ട് ആയിപ്പോയി. ബിക്കോസ് എല്ലാവർക്കും അത്രയും ഇത് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ തോൽവി ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് 2 ഇയേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ ഫുള്ളി ഡ്രെയിൻഡ് ഔട്ടായി. എൻ്റെ മൈൻഡൊക്കെ ഭയങ്കര മോശമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൂപ്പിൽ നിന്ന് ഇറങ്ങിയതും. ഇനിയും റിപ്പീറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു, ശരിക്കും അതുകൊണ്ട് തന്നെ ആയിരുന്നു. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. സോ നിങ്ങൾ ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ +2 കഴിഞ്ഞൊക്കെ നിൽക്കല്ലേ, സോ നല്ലൊരു ഡിസിഷൻ എടുക്കുക. നല്ല കോഴ്സുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് MBBS തന്നെ പഠിക്കണം എന്നുണ്ട് എന്നെങ്കിൽ മാത്രം നിങ്ങൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാൻ പോവുക. വെറുതെ പോയി ഒരു വർഷം കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയാൽ അത് വേസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ എന്താണ്, ഇനിയും നീറ്റ് എക്സാം വരും. ഇനിയും ഇൻവിജിലേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിനകത്തൊന്നും തളരരുത്. പക്ഷെ നമ്മൾ എത്ര തളരുതെന്ന് പറഞ്ഞാലും ആ ഒരു ടൈമിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എന്തൊക്കെയോ പോലെ ആയിപ്പോവും. ഓക്കെ, സോ വിഷമിക്കണ്ട. ഈ വട്ടം നീറ്റ് എക്സാം എഴുതി കിട്ടുമെന്ന് വിചാരിച്ച് ഈ വട്ടത്തെ നീറ്റ് നമുക്ക് ഒട്ടും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ. സോ ലൈഫ് അങ്ങനെയാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ലൈഫിൽ നടക്കുന്നതെന്ന് വിചാരിക്കുക. പിന്നെ ഗൈസ്, ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും എനിക്ക് കുറേ മെസ്സേജസ് വരുന്നത് ഏത് കോച്ചിങ് സെൻ്ററാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോ കോച്ചിങ് സെൻറ്റർ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോച്ചിങ് സെൻറ്ററും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ, ഇപ്പം നല്ല റിസൾട്ടൊക്കെ നോക്കി പോയാലും എത്രയൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ചെയ്യാണ്ടതൊന്നും നടക്കില്ല. സോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ പഠിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ റിസൾട്ട് കാണാൻ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. നീറ്റ് എക്സാം എഴുതി ക്രാക്ക് ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. എന്തെങ്കിലും വീഡിയോ സജഷൻസോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴിയോ ഒക്കെ മെസ്സേജ് അയക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. സോ ബൈ.